നമസ്കാരം. സംസ്ഥാനത്തെ 10 ടെക്സ്റ്റൈൽ ഗ്രൂപ്പുകളിൽ ആദായനികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ 700 കോടിയിലധികം രൂപയുടെ ആദായനികുതി വെട്ടിപ്പും ഹവാല സംഘങ്ങളുമായുള്ള ബന്ധത്തിന്റെ തെളിവുകളും കണ്ടെത്തുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരം കോവളത്തെ സമുദായ നേതാവ്. കേരളത്തിലെ പ്രമുഖ സമുദായ നേതാക്കളിൽ ഒരു അതിവിശ്വസ്തന്റെ സ്ഥാപനത്തിലടക്കമാണ് വലിയ തട്ടിപ്പ് ആദായനികുതി വകുപ്പ് കണ്ടെത്തുന്നത്. വൻകിട ബ്രാൻഡുകളൊന്നുമല്ല ഈ ഗ്രൂപ്പുകൾ, മറിച്ച് മൊത്ത വ്യാപാരത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരാണ് പിടിയിലാകുന്നത്. കസവ് കച്ചവടത്തിന്റെ പേര് കേട്ട പ്രമുഖൻ വൻതോതിൽ വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഉപഭോക്താക്കളോട് GST അടക്കം ഈടാക്കിയ ശേഷം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ച് ബിൽ തുക കുറച്ച് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാസർഗോഡ് മുതൽ കൊല്ലം വരെ 45 ഇടങ്ങളിലായിരുന്നു പരിശോധന. ഹവാല ഇടപാടുകൾക്കും തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലെ തുണിമില്ലുകളിൽ നിന്നും മൊത്തക്കച്ചവടക്കാരിൽ നിന്നും ടെക്സ്റ്റൈൽസുകാർ വാങ്ങുന്ന തുണിത്തരങ്ങളുടെ വില സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങളാണ് നൽകുക. കള്ളക്കടത്തായി എത്തുന്ന സ്വർണം കേരളത്തിന് പുറത്ത് വിറ്റ് ടെക്സ്റ്റൈൽസുകൾക്ക് വേണ്ടി തുണി മില്ലുടമകൾക്ക് പണം നൽകും. തുല്യമായ തുക ടെക്സ്റ്റൈൽ ഉടമകൾ ഹവാല ഇടപാടുകാർക്ക് കേരളത്തിൽ കൈമാറും. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ വരെ 300 കോടിയുടെ തട്ടിപ്പാണ് തിരിച്ചറിഞ്ഞത്. രാത്രിയായപ്പോൾ കണക്ക് 700 കോടി കടന്നു. വർഷങ്ങളായി ഈ രീതി പിന്തുടരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും 600ഓളം ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. അതീവ രഹസ്യ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു IT വിഭാഗത്തിൻ്റേത്. മാർച്ച് 30-ന് എറണാകുളം ബ്രോഡ്വേയിലെ തുണി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും 6,75 ലക്ഷം രൂപ പിടികൂടിയിരുന്നു. സ്റ്റേറ്റ് GST ആൻഡ് ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് പണം പിടികൂടിയത്. മൊത്ത തുണി വ്യാപാര സ്ഥാപനമായ രാജധാനിയിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. ഇതിനെ തുടർന്നാണ് ആദായനികുതി വകുപ്പും പരിശോധനകളിലേക്ക് കടന്നത്. വസ്ത്രവ്യാപാര മേഖലയിലെ മൊത്ത വിൽപ്പന കടകൾ വഴി വൻതോതിൽ നികുതി അടയ്ക്കാതെ പണം സൂക്ഷിക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് എറണാകുളം ജില്ലയിലെ മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ സ്റ്റേറ്റ് GST ഇന്റലിജൻസ് വിഭാഗം നിരീക്ഷണത്തിന് ശേഷം പരിശോധനകൾ ആരംഭിച്ചത്. ഈ പരിശോധനയിലാണ് ബ്രോഡ്വേയിൽ പ്രവർത്തിക്കുന്ന എറണാകുളത്തെ പ്രധാനപ്പെട്ട തുണിക്കടയായ രാജധാനി ടെക്സ്റ്റൈൽസിൽ നിന്നും പണം പിടികൂടിയത്. 4 വ്യാപാര സ്ഥാപനങ്ങളിലും ഉടമയുടെ വീട്ടിലുമായിട്ടായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. 5 കോടി രൂപയിലധികം കണക്കിൽപ്പെടാതെ കണ്ടെത്തിയാൽ ഉടമയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നിയമം. എന്നാൽ രാജധാനിയിൽ നിന്ന് 6 കോടി രൂപയ്ക്ക് മുകളിൽ പണം പിടികൂടിയിട്ടും തുടർ നടപടികൾ വൈകുകയാണ് എന്നാണ് ആരോപണം. ഉന്നതതല ബന്ധങ്ങളാണ് രാജധാനിയിലെ കണക്കിൽപ്പെടാത്ത പണത്തിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതെന്നും ആരോപണം ഉയരുന്നു. ബ്രോഡ്വേ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വസ്ത്രവ്യാപാര മേഖലയിലെ കൂടുതൽ സ്ഥാപനങ്ങൾ അന്വേഷണ പരിധിയിലാണെന്ന് അന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു.